ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 19-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നല്ലോ. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ ഈശോയുടെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈശോയെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ ഈശോയുടെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. ആദിമസഭയിൽ ഈശോയുടെ തിരുനാമത്തിൻ്റെ ശക്തി പൈശാചിക അരൂപികളുടെ മേലും ശക്തി സ്വാധീനങ്ങളുടെ മേലും പ്രകടമാകുന്ന ഒരു രംഗം ഇവിടെ നമ്മൾ കാണുകയാണ്. ഇത് അപ്പസ്തോലന്മാരുടെ നേരിട്ടുള്ള ശുശ്രൂഷയിൽ സംഭവിക്കുന്ന കാര്യമായിട്ടല്ല. അപ്പസ്തോല പ്രമുഖനായിരുന്ന പൗലോസിൻ്റെ ശുശ്രൂഷയെ നോക്കിക്കണ്ടിട്ട് അതിനെ അനുകരിക്കാൻ നോക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലുണ്ടാകുന്ന സംഭവമാണ്. സ്കേവ എന്നൊരു പ്രധാന പുരോഹിതൻ്റെ 7 മക്കൾ പിശാചിനെ ഒഴിപ്പിച്ചിരുന്നവരാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവർ പൗലോസിനെ അനുകരിച്ചുകൊണ്ട് നസറായനായ ഈശോയുടെ നാമത്തിൽ, അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ നിന്നോട് ആജ്ഞാപിക്കുന്നു, വിട്ടുപോവുക എന്ന് പറഞ്ഞ് പിശാചുക്കളുടെ മേൽ ഈശോയുടെ നാമം പ്രയോഗിച്ച് നോക്കി എന്ന് നമ്മൾ വായിക്കുകയാണ്. അവർക്കത്ര ഉറപ്പില്ല. പ്രയോഗിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഫലം കാണുകയാണ്. ഈ പൈശാചിക അരൂപികൾ വല്ലാണ്ട് പ്രകോപിതരായി. അവർക്ക് ഈശോയുടെ നാമത്തിൻ്റെ കരുത്ത് യേശുന്നുണ്ട്, അതിനെ അവഗണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ നാമം പറഞ്ഞ ആൾക്കാരുടെ കരുത്തില്ലായ്മ അതിനെ അവർ ആക്രമിക്കുകയാണ്. അവർ പറയുന്നു, ഈശോ ആരാ ഞങ്ങൾക്കറിയാം, ഈശോയുടെ നാമം ഉപയോഗിച്ച് ഞങ്ങൾ ബഹിഷ്കരിക്കുന്ന പൗലോസിനെ ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളാരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മേൽ ഈ അശുദ്ധാത്മാവ് ആവസിച്ച മനുഷ്യൻ ചാടി വീഴുകയാണ്. അശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ അശുദ്ധാത്മാവ് ഈ ആവസിക്കുന്ന വ്യക്തിയുടെ ശരീരത്തെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഇവരെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി നാണം കെട്ട് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഈ സംഭവം ആ നാട് മുഴുവൻ പ്രസിദ്ധമായി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എഫേസസിലാണ് ഈ സംഭവം നടക്കുന്നത്. എഫേസസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരും എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു. ആ ഭയം വഴി എന്ത് അനുഭവമാണ് ഉണ്ടായത്? അടുത്ത വചനം പറയുകയാണ്, കർത്താവായ ഈശോയുടെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടാനിട വന്നു. അപ്പോൾ കർത്താവായ ഈശോയുടെ നാമം ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ചും വിജാതീയരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത യഹൂദരല്ലാത്തവരുടെ ഇടയിൽ വലിയ സ്വാധീന ശക്തി ആർജിച്ച് എങ്ങനെ ഇത് പ്രചരിച്ചു ക്രൈസ്തവ വിശ്വാസം, അതിൻ്റെ ഒരു ആന്തര സംഭവം അനുഭവം ഈ ഈശോയുടെ നാമത്തിലുള്ള പൈശാചിക ശക്തികളുടെ മേലുള്ള വലിയ ദൈവശക്തിയാണ് എന്ന് അനേക നിരീക്ഷകർ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് കമൻറ്റ് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർന്ന് വായിക്കുമ്പോഴും കാണാം അനേക ആൾക്കാർ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന വ്യക്തികളാണ്. അവർ തങ്ങളുടെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഗന്ധച്ചുള്ളെല്ലാം കൊണ്ടൊന്ന് കത്തിച്ച് കളഞ്ഞ് 50,000 വെള്ളിനാണയം വരും ആ ഗന്ധച്ചുള്ള വില കണക്കാക്കിയപ്പോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ 20-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. എങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പിശാചുക്കളുടെ മേലുള്ള ഈശോയുടെ തിരുനാമത്തിൻ്റെ ശക്തി വെളിപ്പെടുക വഴി. അവിടെ സൂചിപ്പിച്ചത് ആദിമ നൂറ്റാണ്ടുകളിൽ ഈശോ മറ്റ് ജനതകൾക്കുള്ള അറിയപ്പെട്ടിരുന്നത് പല പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്
ഒരു എക്സോർസിസ്റ്റ് എന്ന രീതിയിലാണ്. മിശിഹ എന്ന രീതിയിലോ വലിയ പ്രവാചകൻ എന്ന രീതിയിലോ രക്ഷ നൽകുന്ന രക്ഷകൻ എന്ന രീതിയിലോ ഒന്നും യഹൂദർക്കല്ലാതെ വിജാതിയർക്ക് ഈശോയെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. യാതൊരു സാങ്കത്യം അവർക്കില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഈ പിശാചുക്കളുടെ മേൽ വലിയ പവറുണ്ട് ഈ ഈശോയുടെ നാമത്തിന്. അങ്ങനെയാണ് അവർ ഈശോയെക്കുറിച്ച് അറിയാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവർ ഇവിടെ ഈ യഹൂദർ ഈശോയുടെ നാമം ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ച് വേറെ അറിഞ്ഞുകൂടാത്ത അവസരം അവർ പറയുന്നത് പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നതാണ്. പൗലോസ് പ്രസംഗിക്കുക, അതിനപ്പുറം ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഈശോയുടെ നാമത്തിനുള്ള ഈ ഒരു പ്രത്യേക സിദ്ധി അല്ലെങ്കിൽ ശക്തി ഒത്തിരി സ്വാധീനം ആൾക്കാർ ചെലുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പരസ്യദൈവത്തിൻ്റെ ആദ്യ സംഭവമായിട്ട് മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നതായ കഫർനഹൂമിലെ സിനഗോഗിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ അശുദ്ധാത്മ വെളിപ്പെടുന്ന അതിനെ ഈശോ ബഹിഷ്കരിക്കുന്ന ആ സംഭവത്തോടനുബന്ധിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ വചനങ്ങളിലാണ് ഈ സംഭവം. 25 മുതൽ വായിക്കുന്നത് നമ്മളിങ്ങനെ വായിക്കുന്നു. ഈശോ അവനെ ശാസിച്ച് നിശബ്ദനായിരിക്കും, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മ അവനെ തള്ളു വീഴ്ത്തിയിട്ട് ഉച്ചസ്ഥലത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളുടെ പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി സമീപ പ്രദേശങ്ങളിലെല്ലാം, ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. സുവിശേഷം എടുത്തു പറയണം, പെട്ടെന്ന് വ്യാപിച്ചു. ഈശോ പരസ്യയുദ്ധം ആരംഭിക്കുന്നതേ ഉള്ളൂ. ആർക്കും തന്നെ ഈശോ അറിഞ്ഞുകൂടാ. പക്ഷേ ഈശോയുടെ പരസ്യയുദ്ധത്തിൻ്റെ ആദ്യ ദിവസം, ആദ്യ സംഭവം തന്നെ ഒരു പിശാച് ബഹിഷ്കരണമായിട്ട് ആണ് ഭവിച്ചത് എന്ന് മർക്കോസ് സുവിശേഷം പറയുകയാണ്. അതിൻ്റെ ഫലം എന്തായിരുന്നു? ഈശോയുടെ ഖ്യാതി, പ്രശസ്തി പെട്ടെന്ന് ആ പ്രദേശങ്ങളെല്ലാം വ്യാപിക്കുകയാണ്. ഏത് രീതിയിൽ? അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, നസ്രത്തുകാരനാ, ഈശോ എന്ന പേര്. അങ്ങനെയൊക്കെ എന്നത്തെ പ്രത്യേകത ഒക്കെ ചോദിക്കുക. എന്ത് പ്രത്യേകതയെന്നോ? അങ്ങേര് അശുദ്ധാത്മാക്കളോട് ആജ്ഞാപിക്കുന്നു. അങ്ങേര് പറയുമ്പോൾ അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകുന്നു. അതിനു മുമ്പ് യഹൂദർ അങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല. മറ്റു പല രീതിയിലാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ആൾക്കാർ അത് ചെയ്തിരുന്നത്. പക്ഷേ ഇതാ ഒരു പുതിയ മാർഗം. ഇതെന്ത് പുതിയ പ്രബോധനമോ? അധികാരത്തോടെ ആജ്ഞാപിക്കുന്നു, പിശാചുക്കളോട് അവ അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈശ്വര പ്രശസ്തി പെട്ടെന്ന് വ്യാപിക്കുന്നത്. ഇത് പ്രാരംഭ നിമിഷത്തിലെ ഒരു പരാമർശനം. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു ചെറിയ പരാമർശനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർന്നുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന രീതിയിൽ ലൂക്ക 9:49-50 തിരുവചനങ്ങൾ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളുടെ കൂടെ നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ബിഷപ്പിൻ്റെ മറുപടി നമുക്കറിയാം, അവനെ തടയേണ്ടെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഇപ്പോൾ യോഹന്നാൻ പറയുന്നത്, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാൾ ഞങ്ങൾ കണ്ടു. ഈ ബഹിഷ്കരിക്കുന്നയാൾ 12 പേരിൽ പെട്ട ആളല്ല. ഈശോയുടെ 72 പേര് അതിനകത്ത് പെട്ട ആളുമല്ല. ഈശോയെ അനുഗമിക്കുന്ന ആളേ അല്ല. അതാ യോഹന്നാൻ അസ്വസ്ഥത. നിന്നെ അനുഗമിക്കുന്നില്ല ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, നീ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ കൂടുക, ശിഷ്യനാവുക, എന്നിട്ടിത് ചെയ്യുക, അല്ലെങ്കിൽ നീ ചെയ്യാൻ പാടില്ല. അങ്ങ് തടഞ്ഞു. ഈശോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല, ആ വ്യക്തി ചെയ്തു കൊള്ളട്ടെ. അതൊരു മൗന അനുവാദമാണ്, എ ടാസിറ്റ് പെർമിഷൻ, ഒരു മൗന അനുവാദം. അവൻ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ 12 അപ്പസ്തോലന്മാരും ഈശോബനെ നിയോഗിച്ച 72 പേരും ഇവരൊന്നും അല്ലാതെ ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ കൂടെ അനുഗമിക്കുന്ന ആൾക്കാർ പെട്ടതല്ലാത്ത ആൾക്കാർ പോലും ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈശോയുടെ നാമത്തിൽ അന്തർലീനമായിരുന്ന ഈ വലിയ ശക്തി തിരിച്ചറിഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ ഈ വേദിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ഈശോയുടെ പരിശുദ്ധ ആരംഭിക്കുമ്പോൾ തന്നെ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയുടെ ഉന്നം പിശാചിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. മറ്റേതെങ്കിലും പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങാനോ ഒന്നുമല്ല. പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞിട്ടാണ്. അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയതുമല്ല. അഭിഷേകം നിറഞ്ഞ് സ്നാനത്തെ സ്വീകരിച്ചിട്ട് പിന്നെയാണ് ഈശോ മരുഭൂമിയിലേക്ക് പോകുന്നത്. അത് പരിശുദ്ധാത്മാവ് നയിച്ചതാണ് എന്ന് നമ്മൾ ലൂക്ക 4 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 1-2 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 40 ദിവസത്തെ ശക്തമായ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഈശോ എന്താണ് ചെയ്തത്? 3 സുവിശേഷന്മാർ പറയുന്നുണ്ട്, പിശാചിനെ പരാജയപ്പെടുത്തി. അങ്ങനെ പിശാചിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈശോ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ കരുത്തിന്മേലാണ് ഈശോയ്ക്ക് ഇവിടെ ഒരൊറ്റ തിരുവചനത്തിൽ
മത്തായി 6:16 പറയുന്നത് പോലെ അവൻ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി. ആ ഒരു കരുത്ത് ഈശോയിൽ നിറയുന്നത്. ഈ കരുത്ത് ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതിലവർ ആകർഷിതരാവുകയാണ്. ഈശോയുടെ കൂടെ വന്നില്ലെങ്കിൽ പോലും അനേകർ ഈശോയുടെ നാമത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ ഒരു അടുത്ത രംഗമാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചതായ അപ്പോസ്തല പ്രവർത്തനം 19 രംഗം. അവിടെ ഈശോ നേരിട്ട് കണ്ട ആൾക്കാരല്ല. അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായത്തിൽ ഫിലിപ്പിയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ ചെല്ലുമ്പോൾ ഭാവി പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച അടിമ പെൺകുട്ടി, അവളിലുള്ള പൈശാചിക അരൂപിയെ പൗലോസ് അപ്പോസ്തലൻ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥ അനുഭവപ്പെട്ടിട്ട് ശാസിച്ച് ഈശോയുടെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു അവളെ വിട്ട് പുറത്തു പോകാൻ എന്ന് അപ്പോസ്തല പ്രവർത്തനം 16-18 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈശോയുടെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു അവളെ വിട്ട് പുറത്തു പോകും എന്ന് പറഞ്ഞപ്പോൾ ആ ഫിലിപ്പിയ നഗരത്തിലുള്ള അനേകർ, ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടിയുടെ പക്കലെത്തി തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടമസ്ഥന് പണം കൊടുത്തിട്ട് ഇങ്ങനെ ജ്യോത്സ്യന്മാരുടെ ഒക്കെ പോലെ കൈനോട്ടത്തിന് പോകുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ പോയിരുന്ന് അവിടെ ഭാവി അറിയാൻ വേണ്ടി ചോദിച്ച് ഈ പൈശാചി വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അങ്ങനെ ശക്തമായിട്ട് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഒറ്റ വാക്കിൽ അവളിലുണ്ടായിരുന്ന ഈ സിദ്ധിയെ കെടുത്തിക്കളയുന്നത്, പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ട്. അവൾ കുഴഞ്ഞൊരു പക്ഷേ വീണ് കാണും. അവൾ ശക്തി പോയി. പിന്നെ ഒരു വെറും സാധു പെൺകുട്ടിയാണ്, അവൾ കിട്ടുമുട്ടും അറിയത്തില്ല. അടുത്ത ആൾക്കാർ വന്ന് എൻ്റെ ഭാവി എങ്ങനെ മറ്റേ കാര്യം എങ്ങനെയാവും ചോദിക്കുമ്പോൾ അവൾ ഞെരുങ്ങുകയാണ്, എനിക്കറിയത്തില്ല. അപ്പോഴാണ് യജമാനന്മാർ കോപിച്ച് ഈ പൗലോസിനെ പിടിച്ച് വല്ലാണ്ട് പ്രഹരിക്കാനൊക്കെ ഉള്ള സംഭവം നടക്കുന്നത്. അപ്പം ആൾക്കാർ ശ്രദ്ധിച്ചു. അവിടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായിരുന്ന നഗരത്തിലെ ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടി. ആ പെൺകുട്ടി ഇതാ ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമല്ലാത്തവളായിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു? ഇപ്പം കടന്നു വന്നിരിക്കുന്ന ഈ പൗലോസും മറ്റുമാണ്. പൗലോസ് എന്താ ചെയ്തതോ? ഏതോ ഒരു യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിച്ചു. അപ്പോൾ അവളിലുണ്ടായിരുന്ന അരൂപി പുറത്തുപോയി. ഇപ്പം അവൾക്കൊന്നുമില്ല. അപ്പം അങ്ങനെ യേശുവിൻ്റെ നാമത്തിലുള്ള ഈ ശക്തി ഈ ഫിലിപ്പിയിൽ അറിഞ്ഞു. അത് ആൾക്കാർ പറഞ്ഞ് കേട്ടു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കണ്ടത്. എഫേസോസിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ട് അവിടെയുള്ള ആൾക്കാർ പറയുകയാണ്, ഈ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സ്കൈവയുടെ പുത്രന്മാർ അങ്ങനെ ശ്രമിക്കുന്നു. അതിൻ്റെ അനുഭവം കണ്ടപ്പോൾ ഈശോയുടെ നാമം കൂടുതൽ അതിന് ശക്തി, വചനത്തിൻ്റെ ശക്തി വിവരമായി പ്രചരിച്ചു എന്ന് പറയുകയാണ്. റോമാരൂപതയുടെ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേലി അമോർത്തച്ഛൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ്. ഈ പുസ്തകത്തിൽ അമോർത്തച്ഛൻ ഈ ആദിമ നൂറ്റാണ്ടുകളിൽ, ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ ആദിമസഭയുടെ ഒരു കാലഘട്ടമാണ് കാണുന്നത്. അതും കഴിഞ്ഞ് സഭാപിതാക്കന്മാരുടെ കാലം വരുമ്പോൾ, പ്രത്യേകിച്ചും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി എന്ന് വെച്ചാൽ AD 150 ഒക്കെയുള്ള ചില സഭാപിതാക്കന്മാരുടെ ചില പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. ഞാൻ എൻ്റെ പഠനത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികളിലൂടെയെല്ലാം പരിധി കടന്നു പോയപ്പോൾ കണ്ടെത്തിയ കാര്യമാണിത്. ഇവിടെ അമോർത്തച്ഛൻ പ്രത്യേകം എടുത്തു പറഞ്ഞ് പങ്കുവെക്കുന്നൊരു കാര്യം, ജസ്റ്റിൻ ദ മാർട്ടീർ, രക്തസാക്ഷിയായ ജസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അവരവരുടെ ശുശ്രൂഷയിൽ പൈശാചിക അരൂപികളെ ബഹിഷ്കരിച്ചിരുന്നത് എന്നത്. അതേക്കുറിച്ച് ഇതിങ്ങനെ എഴുതുകയാണ്. അപ്പോളജിയ എന്ന പുസ്തകത്തിൽ 2-ാം വോള്യത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ, ക്രൈസ്റ്റ് വാസ് ബോൺ ബിക്കോസ് ഓഫ് ദി ഫാദേഴ്സ് വിൽ ഫോർ ദി സാൽവേഷൻ ഓഫ് ബിലീവേഴ്സ് ആൻഡ് ഫോർ ദി റൂയിൻ ഓഫ് ഡീമൻസ്. വിശ്വസിക്കുന്നവരുടെ രക്ഷയ്ക്കും പിശാചുക്കളുടെ നാശത്തിനുമായിട്ട് ദൈവത്തിൻ്റെ തിരിഹിതപ്രകാരം, പിതാവിൻ്റെ തിരിഹിതപ്രകാരമാണ് ഈശോ ജനിച്ചത്. വാട്ട് യു സീ വിത്ത് യുവർ ഓൺ ഐസ് വിൽ കൺവിൻസ് യു ഓഫ് ദിസ്. നിങ്ങൾ ഞങ്ങളിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഇൻ ദി എൻറ്റയർ യൂണിവേഴ്സ് ആൻഡ് ഇൻ യുവർ സിറ്റി റോം ദർ ആർ മെനി ഡിമോണിയാക്സ് ദാറ്റ് അതർ എക്സോർസിസ്റ്റ്സ്, സോർസറേഴ്സ് ആൻഡ് മജീഷ്യൻസ് വെയർ അൺഎബിൾ ടു ക്യൂർ. നിങ്ങളുടെ രാജ്യത്തിൽ, രാജാവിനാണ് എഴുതുന്നത്, നിങ്ങളുടെ രാജ്യത്തിലും ഈ സിറ്റിയിലും റോമാ നഗരത്തിലും അനേക പൈശാചിക ബാധയുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഭൂതോച്ചാടകർക്കും മറ്റു മന്ത്രവാദികൾക്കും മജീഷ്യന്മാർക്കും ഒന്നും ഇറക്കി വിടാൻ നോക്കിയിട്ട് വിജയിക്കുന്നില്ലാത്തത്. മറുവശത്ത്, ഓൺ ദി അതർ ഹാൻഡ്, വി ക്രിസ്ത്യൻസ് വെയർ ഏബിൾ ടു ഹീൽ ദം. ഞങ്ങൾ ക്രൈസ്തവർ അവരെ സുഖപ്പെടുത്താൻ കരുത്തുള്ളവരാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ബൈ കൊമാൻഡിങ് ദം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് who was crucified under Pontius Pilate, we reduced to importance the demons who possessed men.
പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പൈശാചിക അരൂപികളെ നിസ്സഹായരാക്കി ശക്തി കെട്ടവരാക്കി മാറ്റി, എന്നിട്ട് ഈ ആൾക്കാരെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഏതാണ്ട് 150 AD കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ എന്ന് ജസ്റ്റിൻ സഭാപിതാവ് എഴുതിയിരിക്കുകയാണ്. വീണ്ടും ജസ്റ്റിൻ പിന്നീട് എഴുതുമ്പോൾ ഡയലോഗ് വിത്ത് ട്രീഫോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ഈശോയുടെ നാമം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എനി ഡീമൻ ഹൂ ഈസ് കൊമാൻഡഡ് ഇൻ ദ നെയിം ഓഫ് ദി സൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കപ്പെടുമ്പോൾ ഏത് പൈശാചിക അരൂപിയും എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിനെ കുറിച്ചൊരു വിശദീകരണം പറയുകയാണ്. സൺ ഓഫ് ഗോഡ് ഹൂ വാസ് ജനറേറ്റഡ് ബിഫോർ എനി ക്രീച്ചർ. സർവ സൃഷ്ടികൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. ബോൺ ഓഫ് എ വേർജിൻ, കന്യകയിൽ നിന്ന് ജാതനായവൻ. ബിക്കേം മേൻ, മനുഷ്യനായവൻ. സഫേഡ് വാസ് ക്രൂസിഫൈഡ് ബൈ യോർ പീപ്പിൾ അണ്ടർ പൊൻഷ്യസ് പൈലറ്റ്. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നിങ്ങളുടെ ആൾക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട വ്യക്തി. ഡൈഡ്, മരിച്ച്. ആൻഡ് റിസറക്റ്റഡ് ഫ്രം ദി ഡെഡ്, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത്. അസെൻഡഡ് ഇൻ ടു ഹെവൻ, സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയ ആ സൺ ഓഫ് ഗോഡ് ദൈവപുത്രൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുമ്പോൾ എന്ന് പറയുകയാണ്. എനി ഡീമൻ, ഏത് പൈശാചിക അരൂപിയും, ഐ സേ ഹൂ ഈസ് കൊമാൻഡഡ് ഇൻ ദിസ് നെയിം വിൽ ബി ഓവർകം ആൻഡ് ഡിഫീറ്റഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ നാമത്തിൽ ആവശ്യപ്പെടുമ്പോൾ ഏത് പൈശാചിക അരൂപിയും തോൽപ്പിക്കപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നു. അത് ഓൺ ദി അതർ ഹാൻഡ് ജസ്റ്റ് ട്രൈ ടു അഡ്മോണിഷ് ദം ഇൻ ദ നെയിം ഓഫ് ഓൾ കിങ്സ്. നിങ്ങളെ ഇവിടെയുള്ള രാജ്യത്തിലെ ഏത് രാജാവിൻ്റെ പേര് പറഞ്ഞൊന്ന് ആജ്ഞാപിച്ച് നോക്കിക്കോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള റൈച്ചസ് മെൻ, പ്രോഫറ്റ്സ് ഓർ പേട്രിയാക്സ് ഹു ലിവ്ഡ് അമംഗ് യു, നിങ്ങളുടെ മധ്യ ജീവിച്ചിരുന്ന മറ്റ് നീതിമാന്മാരായ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോത്ര പിതാക്കന്മാർ, ജീവിച്ചിരുന്നവർ, മരിച്ചുപോയവർ, ആരും ആയിക്കോട്ടെ, അവർ ആരുടെയെങ്കിലും പേര്, രാജാക്കന്മാർ ഉൾപ്പെടെ പേര് പറഞ്ഞ് ആജ്ഞാപിച്ച് നോക്കിക്കോ. ആൻഡ് സീ ഇഫ് എ സിംഗിൾ ഡീമൻ വിൽ റൺ അവേ ഇൻ ഡിഫീറ്റ്. ഏതെങ്കിലും ഒരു ഒറ്റ പിശാച് ഈ പേര് പറയുമ്പോൾ ഇറങ്ങിപ്പോകുമോ നോക്കിക്കേ എന്ന് പറഞ്ഞത് ശക്തമായിട്ട് ജസ്റ്റിൻ ദ മാർട്ടിർ എഴുതുകയാണ്. ഇങ്ങനെ ഉള്ള ഈ വചനഭാഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗബ്രിയേലി അമർത്തച്ഛൻ പറയുകയാണ്, ഇൻ എ നട്ട്ഷെൽ വി സീ ദി ബിഗിനിങ്സ് ഓഫ് ദി ഫസ്റ്റ് പ്രൊഫഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇങ്ങനെ പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കാൻ ഈശോയുടെ നാമം ഉപയോഗിച്ച വ്യക്തികൾ ആ നാമത്തോട് ചേർത്ത് ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അങ്ങനെയാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാന ഭാഗങ്ങൾ അല്ലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ രൂപപ്പെട്ടത്. വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളാണ് ഈ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ഈശോയുടെ പേരിനോട് ചേർത്ത് അവർ ഉപയോഗിച്ചതായ ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഈ കാര്യം ഇപ്പോഴിങ്ങനെ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ വേദിയിൽ ഈ നാളുകൾ ചിന്തിക്കുന്ന ജെറിക്കോ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടാണ്. ജെറിക്കോ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ വാഗ്ദാന പേടകം എടുക്കുക. അതേപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞ സെഷനുകളിൽ ദിവികാരുണ്യം സ്വീകരിച്ച ഈശ്വര സാന്നിധ്യം എടുക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ വേദിയിൽ ശ്രദ്ധിച്ചത്, ഈ നാളുകൾ ശ്രദ്ധിച്ചത്, കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഒരു ഒന്നാമത്തെ പരിഗണന നമ്മൾ എടുത്തു. അതായത് തമ്പുരാൻ്റെ സാന്നിധ്യം കുർബാന സ്വീകരണം വഴി ഈശോ സ്വീകരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ജെറിക്കോ പ്രാർത്ഥന നടത്തുന്ന വ്യക്തികൾ ഈശോയുടെ തിരുസാന്നിധ്യം ആദരവോടെ പരിഗണിച്ചുകൊണ്ട് വേണം പോകാൻ. അരുളിക്കയുമായിട്ട് പോകുന്നൊരു വ്യക്തി തിരി കത്തിച്ച് പൂക്കളുമൊക്കെ ആയിട്ട് ആദരവോടെ പോകുന്ന പോലെ ബാഹ്യമായിട്ട് ആ നിറവും അരുളിക്കയും കതിരുകളും ഒന്നും ഇല്ലായെങ്കിലും ഉള്ളിൽ തമ്പുരാനെ കൊണ്ടാണ് പോകുന്നൊരു ബോധ്യം. പ്രവാചകനായിട്ട് കരുതിക്കൊണ്ട് പോകുമ്പോഴാണ് പ്രവാചകൻ്റെ കരുത്ത് അനുഭവമാവുക എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചതാണ് ആ കരുത്ത്. അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിച്ചിരുന്നു, ഈ കാഹളത്തിന് സദാ മുഴങ്ങട്ടെ എന്ന് പറയുമ്പോൾ നിരന്തരം പ്രാർത്ഥന ഉയരട്ടെ എന്നതിനർത്ഥമുണ്ട്. നിരന്തരം പ്രാർത്ഥന, ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരണം. അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്? ജപമാല, കരുണക്കൊന്ത, സ്തുതിപ്പ്, സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം മനോഹരമാണ്, കരുത്താണ്. ഒരുപക്ഷേ ഈ നമ്മളിപ്പോൾ ചിന്തിച്ചതായ വചന ബോധ്യങ്ങൾ ആത്മീയ പങ്കുവെക്കൽ അവയുടെ വെളിച്ചത്തിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ
ആ അവസരത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും കരുത്തുള്ള പ്രാർത്ഥന വിശ്വാസ പ്രമാണം ആണ് എന്നാണ് എൻ്റെ എളിയ ബോധ്യം. ജപമാലയും കരുണക്കൊന്തയൊക്കെ അതിനു മുമ്പ് ചൊല്ലി ഒരുങ്ങുക. ജപമാല ഒരു മുഴുവൻ കൊന്ത, കരുണക്കൊന്ത ആവശ്യത്തിന് 2 3 എന്നൊന്നുമല്ല 8 9 ഒക്കെ ചൊല്ലേണ്ട ആവശ്യം നമുക്ക് പിന്നെ ചിന്തിക്കാം. അങ്ങനെ ചൊല്ലി ഒരുങ്ങി സ്തുതിച്ച് ഒരുങ്ങിയിട്ട് ഈ ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പം വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഘോഷിക്കണം. ഞാൻ നേരത്തെ ആയിരുന്ന ഒരു ഇടവകയിൽ ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റാതെ കിടക്കുകയാണ്. അവർ വന്ന് പലപ്പോഴും ഇങ്ങനെ പറയും, അച്ഛാ വീട് പണി നടക്കുന്നില്ല. ഞാൻ അവിടുത്തെ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഒരിക്കൽ അവർ പറയും, അച്ഛാ പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാളുകളായി, പക്ഷേ പണി ഇത് ആരംഭിക്കാൻ പറ്റും, എപ്പോഴും തടസ്സമാണ്. ഇപ്പോൾ ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ച് അവർക്ക് ഒരു സൂചന കിട്ടിയപ്പോൾ ഒരിക്കൽ ആ കുടുംബത്തിലെ കുടുംബിനി കുമ്പസാരിക്കാൻ വന്നിട്ട് കുമ്പസാരി കൊണ്ട് നേക്കാൻ നേരം എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ജെറിക്കോ പ്രാർത്ഥന ആരംഭിക്കാൻ പോവാം ഇന്ന് മുതൽ വീട് പണിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ അത് കുമ്പസാരത്തിനിടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് സത്തേ പതിഞ്ഞില്ല. അടുത്തൊരു കുമ്പസാരിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞവരേറ്റ് പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ അവർ വിളിച്ചു, അച്ഛാ കല്ലിടാൻ വരണം. ഞാൻ ഒന്നും ഓർക്കാതെ പോയി. ചെന്നപ്പോൾ ഇതാ വീട് മുഴുവൻ പൊളിച്ചു മാറ്റി വാനം മാന്തി ഇട്ടിരിക്കുകയാണ്. മഴ ചാറുന്നൊരു ദിവസമാണ്. ഞാൻ കുടയും ചൂടി സ്റ്റോൾ വിട്ട് ഇങ്ങനെ പ്രാർത്ഥന ആരംഭിക്കാൻ നിൽക്കുമ്പം അടുത്ത് കുടുംബനാഥ പിള്ളേരപ്പുറത്ത്. അപ്പോൾ ഈ കുടുംബനാഥ എൻ്റെ പക്കൽ നിന്ന് പറയണം, അച്ഛാ ഇതാ കിടക്കും ജെറിക്കോ പട്ടണം. ഞാൻ അവരെ നോക്കി, എന്താ അച്ഛാ ഇതാ ജെറിക്കോ പട്ടണം? എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല. അപ്പോൾ അവർ അച്ഛൻ മറന്നുപോയോ? ഇന്ന് കൃത്യം ഇത്രാം ദിവസമാണ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ജെറിക്കോ പ്രാർത്ഥന ആരംഭിക്കുകയാണെന്ന്. ഇതാ കൃത്യം ഇത്രാം ദിവസം ആ പ്രാർത്ഥന പൂർത്തിയായി. അന്ന് ഇതാ അച്ഛൻ കല്ലിടാൻ വേണ്ടി വന്നിരിക്കുന്നു. ജെറിക്കോ പട്ടണം തകർന്ന് കിടക്കുകയാണ്. വീടെല്ലാം പൊളിച്ചു മാറ്റി പണി ആരംഭിക്കുകയാണ്. കല്ലിട്ട് ആരംഭിച്ച പണി വളരെ വേഗം പൂർത്തീകരിച്ചു. മനോഹരമായ കൊച്ചു വീട് അവർ പണിതെടുത്തു. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായി വീടിന് ചുറ്റും നടന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വീടിന് ചുറ്റും നടന്നു. 30-40 ദിവസം വരെ എൻ്റെ ഓർമ്മ കിടക്കുന്നത്. ആ തടസ്സമെല്ലാം മാറി പണി ആരംഭിക്കാൻ സാധിച്ചു. വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുവരുമ്പോൾ ഈശോയുടെ തിരുനാമത്തിൽ പിതാവ് വെച്ച വലിയ ശക്തി അതിലുണ്ട്. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുന്ന പോലെ അവിടുന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി മനുഷ്യനായി ദാസനെ പോലെ മരണത്തോളം സ്വയം ശൂന്യമാക്കി. അതിനാൽ ദൈവം അവിടുത്തെ ഉയർത്തി. എല്ലാ നാമങ്ങൾക്കുപരി നാമം അവിടത്തേക്ക് നൽകി. എല്ലാ മുട്ടുകളും അവിടുത്തെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവുകളും സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലും എല്ലാ നാവുകളും ഏറ്റുപറയും ആ നാമത്തെ എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ആദ്യം വായിക്കുന്നുണ്ട്. ആ നാമത്തിൻ്റെ ആ ഈശോയുടെ ശൂന്യവൽക്കരണത്തിൻ്റെ ഈശോയുടെ ബലിയാകലിൻ്റെ സർവ്വ രഹസ്യങ്ങളും ദൈവത്തോടുള്ള സമാനത മുതൽ അതിൻ്റെ പൂർത്തീകരണം മുഴുവനും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ പ്രമാണം. അതുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ വിശ്വാസ പ്രമാണം കരുത്തോടുകൂടെ ആവർത്തി ചൊല്ലിക്കൊണ്ട് പോകുന്നത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ഈശോയിലുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക പാർപ്പിട സാഹചര്യങ്ങളിലേക്കും വസ്തുവകളിലേക്കും ഇറക്കി കൊണ്ടുവരുവാനായിട്ട് നമുക്കൊരു നിമിഷം തിരുസന്നിധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ അന്തർലീനമായിരിക്കുന്ന വലിയ ദൈവിക ശക്തി അങ്ങയുടെ പരിസേവത്തിൻ്റെ ആരംഭത്തിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അങ്ങ് നേടിയെടുത്ത പൈശാചികത്തിൻ്റെ വിജയം, അത് അങ്ങയുടെ ജീവിതകാലത്ത് തന്നെ അനേകർ അനുഭവിച്ചറിഞ്ഞു. അങ്ങയ്ക്ക് ശേഷം അപ്പസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. പിന്നീട് സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലും അങ്ങയുടെ നാമത്തിലുള്ള ഈ ശക്തി അവർ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വന്തമാക്കി ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ രൂപം സ്ലേഹന്മാരുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടു. തുടർന്ന് അത് സഭ ഔദ്യോഗികമായിട്ട് ഏറ്റെടുത്ത് നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമായിട്ട് രൂപീകരിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ജെറിക്കോ പ്രാർത്ഥന വഴിയായി ഞങ്ങളുടെ ഭൗതികമായ ജീവസാഹചര്യങ്ങളെ തിന്മകളുടെ കെട്ടിലഴിക്കാൻ, അവിടെയുള്ള പൈശാചിക അരിവുകളെ ദൂരീകരിക്കാൻ, ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഈ വിശ്വാസ പ്രമാണം ഞങ്ങൾക്ക് വലിയ കരുത്തായിട്ട് അങ്ങ് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ഉള്ളിൽ പതിച്ച് നൽകണമേ. അങ്ങ് പങ്കുവെച്ച വചന രഹസ്യങ്ങൾ, വചന വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ എളിമയോടെ സ്വീകരിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ടനുഭവ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുവചനത്തിനായിട്ട് കാതോർത്ത് ഉള്ളു തുറന്ന് ശിശുഭാവത്തോടെ അവയെ സ്വീകരിച്ച് ആ വചന വെളിച്ചത്തിൽ കരുത്തോടെ ദൈവരാജ്യ പോരാട്ടം നടത്താൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചും
ആഗ്രഹിച്ചുമായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തിക്കൊണ്ട് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് ആവശ്യമായ കൃപാവരങ്ങളെല്ലാം ഈ നിമിഷം ഈ ആശീർവാദത്തിൻ്റെ ഇവരിലേക്ക് ഒഴുകി നിറയട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.